ഡേ പെണ്ണേ, ആവശ്യമില്ലാത്തൊന്നും പറഞ്ഞേക്കല്ലേ. ശരി കേക്ക്. കണ്ടില്ലേ ചേച്ചി ക്ഷീണിച്ചിരിക്കണെന്ന്. ചായ കൊണ്ടുപോവാ. എടി മണ്ടി, എനിക്കും കൂടെ കൊണ്ടുപോവാ ചാ. എന്തായാലും നിന്റെ മുഖത്തിന് എന്തു പറ്റി? മുഖം വല്ലാതിരിക്കുന്നല്ലോ. ഈ ചോദ്യം സ്വന്തമായിട്ട് അങ്ങോട്ട് ചോദിച്ചാൽ നല്ലതായിരിക്കും. എന്നുവെച്ചാൽ ഞാൻ എന്ത് ചെയ്തു? എന്നോട് എന്തിനാ? എനിക്ക് നിന്നെ കുറിച്ച് മനസ്സിലാകുന്നില്ലല്ലോ. എന്തു പറ്റി? അയ്യോ എന്തു പറ്റി? എന്തു പറ്റി? നോക്കട്ടെ നോക്കട്ടെ, എന്തു പറ്റി? ഇത് നോക്ക്. അവളവിടെ കൈ പോയത്. വാ, നിന്റെ കൈ പൊള്ളിയില്ലേ? വാ, മരുന്ന് കൂടുന്നില്ലയോ? എന്തു പറ്റി? പൊള്ളിയില്ലേ? വാ, മരുന്ന് വെച്ച് തരാം. വാ. ഇങ്ങനെ ഇവൻ എന്റെ കൂടെയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ വാ. നീ എന്തോ ചെയ്യുന്നേക്കെ? ഞാൻ എന്ത് ചെയ്തു? നീ എന്തോ ചെയ്തെന്ന് നിനക്ക് മനസ്സിലായില്ല? നോക്കിതൊക്കെ. നീ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ പറഞ്ഞെന്തോ നിനക്കപ്പം മനസ്സിലായില്ല. നീ അഥവാ എൻ്റെ ചേട്ടൻ്റെ കൂടെയോ കൂട്ടുകാരൻ്റെ കൂടെയോ ഒറ്റയ്ക്ക് ഒരു റൂമിൽ അഥവാ നിൽക്കുകയാണെങ്കിലോ, അപ്പോൾ നീ എന്തായിരിക്കും ചെയ്തിരിക്കുക? അതുകൊണ്ടായിരിക്കും നീ എൻ്റെ മുകളിൽ ഇപ്പോൾ ഡൗട്ട് ചെയ്യുന്നത്. പക്ഷേ ഞാൻ അങ്ങനെയൊന്നുമല്ല. നാട് നന്നാക്കാൻ ഇറങ്ങിയാൽ ആദ്യം നമ്മൾ നന്നാവണം. അപ്പോൾ നിനക്ക് മനസ്സിലാവും മാറ്റം. അത് നിന്റെ പെങ്ങളാണോ? നീയും ഒരു പെണ്ണല്ലേ? ഒരു പെണ്ണായിട്ട് മറ്റൊരു പെണ്ണിനെ കുറിച്ച് എങ്ങനെ ചിന്തിക്കുന്നു? എങ്ങനെ? ഒരു പെണ്ണായിട്ട് ഒരു പെണ്ണിനെ കുറിച്ച് ഇങ്ങനെയാണോ ചിന്തിക്കുന്നത്? പക്ഷേ ഇതേപോലെയല്ല. ഇങ്ങനെ ഒരാളെയും മാറ്റാൻ പറ്റില്ല. ആദ്യം പെണ്ണുങ്ങളുടെ ചിന്താഗതി മാറ്റണം, എങ്കിലേ നാട് നന്നാവുകയുള്ളൂ. എന്തായാലും വേണ്ടില്ല, എൻ്റെ കഥ കഴിഞ്ഞു. ഞാൻ പോകട്ടെ, പിന്നെ കാണാം. ദീപ് ദീപ് ദീപ്